ഈ ബ്രൂവറി എന്താ ഡിസ്റ്റിലറി എന്താണെന്നും കൂടെ ആദ്യം മനസ്സിലാക്കുക. ബ്രൂവറി എന്ന് പറയുന്ന സാധനം എന്താണ്? ബിയർ ബോട്ട്ലിംഗ് പ്ലാന്റ്. ഒരു മിനിറ്റ്, ബിയർ ബോട്ട്ലിംഗ് പ്ലാന്റ്. ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പിന്നെ മദ്യം ബോട്ടിൽ ചെയ്യുന്ന പ്ലാന്റ്, ഇതാണ് ഡിസ്റ്റിലറി. ഈ ബ്രൂവറിയും ഡിസ്റ്റിലറിയും വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾ പറയുന്നത് പിന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ, സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ്? കേരളത്തിൽ 51% ബ്രൂവറി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രൂവറിയിൽ പിന്നെ മദ്യം ഡിസ്റ്റിലറിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന് കാരണം എന്താണ്? സ്പിരിറ്റ് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൽ വെള്ളം ചേർത്ത് ബോട്ടിൽ ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ബ്രൂവറിയും ഡിസ്റ്റിലറിയും തമ്മിലുള്ള ഇതിൻ്റെ പിന്നെ എന്താണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിയറും വെള്ളവും ചേർത്ത് മദ്യവും ചേർത്ത് ബോട്ട്ലിങ്ങും പിന്നെ ഇതു. ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ എന്താണ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന് അല്ല, നിങ്ങൾ അല്ല ഫസ്റ്റ് ഫേസിൽ എന്താ എഴുതിയത് നോക്കൂ നിങ്ങൾ. അതിനെയാണ് ഞാൻ പറയുന്നത്, അതിനാണ് ഡിസ്റ്റിലറി എന്ന് പറയുന്നത്. അല്ലല്ല നിങ്ങൾ ഒരൊറ്റ കാര്യം പറഞ്ഞു. മദ്യനയത്തിൽ 24ാമത്തെ പോയിന്റിൽ പറയുന്നു, സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. ഇതാണ് 24. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതാണ് കേരളത്തില് നിങ്ങൾ ഏതെങ്കിലും ഡിസ്റ്റിലറിയിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഡിസ്റ്റിലറിയിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ലാന്നേ. ഇത് പറയുന്നത് ഞാൻ പറഞ്ഞത് വിശുദ്ധി സർക്കാർ ഇപ്പൊ ചെയ്തത് കാര്യം എന്താ അറിയോ? നമുക്ക് അതിന്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള മൊളാസസ് ഇവിടെ ഇല്ല. മൊളാസസ് ഉണ്ടാക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് കരിമ്പിൽ നിന്നും ശർക്കരയിൽ നിന്നും ഒക്കെയാണ്. ഇതൊന്നും നമ്മൾ ഉത്പാദിപ്പിക്കില്ല. അപ്പൊ മൊളാസസ് എന്ത് ചെയ്യും? മൊളാസസ് ഉത്പാദിപ്പിക്കുന്ന മധ്യപ്രദേശിലും രാജസ്ഥാൻ പിന്നെ പഞ്ചാബിലും പിന്നെ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെയാണ്. അവിടെ ഡിസ്റ്റിലറി യൂണിറ്റുകളുണ്ട്. അവർ മൊളാസസിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്തിട്ട് പിന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കും. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്ന് പിന്നെയും ഡിസ്റ്റിൽ ചെയ്തിട്ട് ഈ എണ്ണ ഉണ്ടാക്കും. നമ്മൾ കേരള സർക്കാർ അവിടെ പോയി ക്യൂ നിന്നിട്ട് 9 കോടി 10 കോടി ലിറ്റർ എല്ലാ വർഷവും ഇങ്ങോട്ട് വാങ്ങിക്കും. ആ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനത്തെ ഇവിടെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ബോട്ടിൽ ചെയ്യും. ബോട്ടിൽ ചെയ്ത് വിവിധ ബ്രാൻഡുകളായിട്ട് വിൽപ്പനയ്ക്ക് വെക്കും. ഇവിടെ ഇപ്പം നേരെ തന്നെ OSS നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് അവർ ഈ എണ്ണ ഇവിടെ ഉത്പാദിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. അവിടെയാണ് എന്റെ സംശയം. ഒരു മിനിറ്റ്, അതിലവിടെ എന്റെ സംശയം. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഒരു കുപ്പി വെള്ളത്തെക്കാളും കുറവിൽ വിലയ്ക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എണ്ണ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്രയും ഒരു സാധനം നിങ്ങൾ പറയുന്ന പോലെ കരിമ്പോ മറ്റുള്ള സാധനങ്ങളോ ശർക്കരയോ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ബോട്ടിൽ ചെയ്താൽ ലാഭകരമാവില്ല, ഒരു കമ്പനിക്ക് ലാഭകരമാവില്ല. അതുകൊണ്ടാണ് കർണാടകയിലും മറ്റുള്ള സ്ഥലങ്ങളിലും എവിടെയാണോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മളിവിടെ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, നെല്ല് ഉൽപ്പാദിക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആലപ്പുഴ നെല്ല് അതിൻ്റെ സ്ഥലത്ത് അതിനടുത്ത് തന്നെ അതിന് മില്ലുണ്ടാവും, കുത്താനുള്ള മില്ല്, അരിയാക്കാനുള്ള മില്ല് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. എവിടെയാണോ ഈ പറയുന്ന കരിമ്പും സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും സ്പിരിറ്റ് ഉണ്ടാക്കുക. അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല, ഏതോ വിവരമില്ലാത്ത ആൾക്കാർ എഴുതുന്ന കാര്യമാണ്. അതൊരിക്കലും പ്രാക്ടിക്കലുള്ള കാര്യമല്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല. അതുകൊണ്ടാണ് അതും ഒരു കാര്യം, 25 ഏക്കറിലൊന്നും തീരുമാനമായ കാര്യമേ അല്ല. അത് ഒരു 250 ലോഡ് 250-500 ലോഡ് പിന്നെ എന്താണ് ഈ പറഞ്ഞ കരിമ്പ് വന്നാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നമായി, ഇതിൻ്റെ ചണ്ടി പുറത്ത് വന്ന പ്രശ്നമായി. അതൊന്നും 25 ഏക്കറിലോ 50 ഏക്കറിലോ പ്രാക്ടിക്കലായ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നടക്കാൻ പോകുന്നത് അത് ആ കമ്പനിയുടെ എന്താണോ കമ്പനി അവരെന്തൊക്കെയാണ് ചെയ്തെന്ന് ചോദിച്ചാൽ വരുന്ന കാര്യം മാത്രമാണ്. അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ നിന്ന് കരിമ്പോ ചക്കരയോ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നില്ല. അതിൽ രണ്ടൊന്നും ഇടണ്ട. അവിടുന്ന് മൊളാസസാ കൊണ്ടുവരിക. ആ മൊളാസസ് ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുന്ന് വലിയ വാട്ടർ എടുക്കും, വെള്ളമെടുക്കും. ആ വെള്ളം എടുത്തിട്ട് അറിവില്ലാത്ത സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ പറയാം. ഒരു കാര്യം, പക്ഷേ ഇത് രണ്ടും പ്രാക്ടിക്കലായ ഈ പറയുന്ന സംവിധാനത്തെ വെച്ചിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ മദ്യനിർമ്മാണ കമ്പനിയുടെ ബോട്ട്ലിംഗ് പ്ലാന്റ് പാലക്കാട് വരണ്ട എന്നുള്ള തീരുമാനത്തെ ആ തീരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വാണിജ്യ ലെവലിൽ മോശം
വളരെ വലുതാണ്. അല്ലല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കില്ല. അല്ലല്ല, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ബോട്ടിലിംഗ് പ്ലാന്റ് മാത്രമല്ല, ബോട്ടിലിംഗ് പ്ലാന്റ് മാത്രമല്ല, ബോട്ടിംഗ് പ്ലാന്റ് മാത്രമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വെള്ളം ഇല്ലാത്തതുകൊണ്ട് പറയരുത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള സംവിധാനം ഈ സർക്കാർ ഉണ്ടാക്കുന്നത്. സാറ് പറയുന്നത് ശരിയാണ്. ഗോവ പോലെ തന്നെ ഇഷ്ടംപോലെ ഇവിടെ 44 നദികളും നല്ല ജലസമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ കുടിവെള്ളത്തിന് എത്തിക്കാൻ ഞാൻ പറയാം. ഇപ്പൊ എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത്, എന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്റെ വീട് ചേർന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഡാമാണ്. അവിടെ നിന്നാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അവിടെ മുനിസിപ്പാലിറ്റി വെള്ളമില്ലാതെ അവിടുത്തെ ഡാമിലിട്ട് പൈപ്പ്. അതെന്താണ്? അതൊരു ഇറിഗേഷൻ പദ്ധതിയാണ്, ജനങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. അത് പറഞ്ഞുകൊണ്ട് വെള്ളമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ഓർഡറിലെ കാര്യമാണ് സാർ ഇങ്ങനെ യൂണിറ്റിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമായി 600 കോടി രൂപ മുതൽ മുടക്കി 500 KL പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ഉൾപ്പെട്ട സംയോജിത യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സമർപ്പിച്ച അപേക്ഷ പ്രസ്തുത പദ്ധതിക്ക് പ്രാരംഭാനുമതി നൽകുന്നതിന് ശുപാർശ ചെയ്ത് പരാമർശത്തിലെ കത്ത് പ്രകാരം എക്സൈസ് കമ്മീഷണർ സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് സംയോജിത പദ്ധതിയാണ്. ഇറ്റ്സ് നോട്ട് എ ബോട്ട്ലിംഗ് പ്ലാന്റ്. അങ്ങനെ അതിനു വേണ്ടി മാത്രമായിട്ട് OACC ഇങ്ങോട്ട് വരില്ല. മാത്രമല്ല, ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മന്ത്രി വിശദീകരിക്കുമ്പോഴാണ് ഈ അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞു കൊളാക്കി എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം അക്കാര്യത്തിനകത്ത് വേണ്ട. ഈ പറഞ്ഞ 25 ഏക്കറിൽ ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് ബോട്ടിംഗ് പ്ലാന്റ് മാത്രമേ. നടക്കാൻ പോകുന്നില്ല. അവിടെ നടത്താൻ പറ്റുന്നത് അതിന് പ്രാപ്തമായ സ്ഥലം 25 ഏക്കറിൽ ബോട്ടിംഗ് പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കാര്യം അടിയന്തരമായി ചെയ്യണമായിരുന്നല്ലോ. പരിസ്ഥിതി പഠനം നടത്തിയായിരുന്നു. അല്ല, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എങ്കിൽ, അവിടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയില്ല എങ്കിൽ, അവിടുത്തെ പിന്നെ ജലസ്രോതസ്സുകളെ ബാധിക്കില്ല എങ്കിൽ, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഉണ്ടാവില്ല എങ്കിൽ, അവിടെ പരിസര മലിനീകരണം ഉണ്ടാവില്ല എങ്കിൽ, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടൊരു പരിസ്ഥിതി. അതുകൊണ്ടാണ് ഈ ബ്രൂവറി കമ്പനിക്ക് കേന്ദ്ര സർക്കാർ അനുമതി, വളരെ ചുരുക്കം കമ്പനിക്ക് കേന്ദ്ര സർക്കാർ ഈ ബോട്ടിംഗ് പ്ലാന്റുകൾക്ക് അനുമതിയുടെ ആവശ്യമില്ലാന്ന്. അവിടെ ഒരു സാധനം പുറത്തേക്ക് വരാനില്ല. അവിടെ മിഷനറിയാണ്. നിങ്ങൾ 3 ലക്ഷം 5 ലക്ഷം ലിറ്റർ പുറത്തേക്ക് വരുന്നത് മിഷനറിയാണ് വർക്ക് ചെയ്യുക. ആകെ അവിടെ ജോലിക്കാർ വരുന്നത്. നിങ്ങൾ ഒരു ബോട്ടിംഗ് പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കുള്ളൂ. ഒരു ബ്രൂവറി ബോട്ടിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ മദ്യ ബോട്ടിംഗ് പ്ലാന്റോ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഉണ്ടാകുന്ന കേറ്റർക്ക് തൊഴിലാളികളുടെ എണ്ണം കൂടും. അവിടെ ബോക്സ് ചെയ്യുന്ന ബോട്ടിലിംഗ് യൂണിറ്റ് ഒന്നും ഞാൻ അതിനെ ചുരുക്കി ആ സ്ഥലത്ത് അത്രേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അതാണ് സർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു കമ്പനി പ്രപ്പോസൽ വെക്കുമ്പോൾ അവരതിൻ്റെ അകത്ത് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ എഴുതും. തള്ളിമറിച്ച് എന്റെ ഉത്തരവാദിത്തമല്ലല്ലോ. ഞാൻ പറയുന്നത് നടപ്പിലായ കാര്യമാണ്. ഒറ്റ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം. കേരളത്തിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം വെള്ള സ്രോതസ്സുള്ള കേരളത്തെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിനെ ഓടിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം അത് വേറെ സംവിധാനം. പാലക്കാട് വെള്ളം എത്തിക്കാത്ത പ്രശ്നമാണ്, വെള്ളം ഇല്ലാത്ത പ്രശ്നമല്ല. ഓരോ വീട്ടിൽ വെള്ളം എത്തിക്കാത്ത പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി മാഡം, അതായത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ബോട്ടിംഗ് പ്ലാന്റ് അല്ലല്ല, ഞാനത് ഓർഡർ തപ്പിയെടുക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു. എത്തനോൾ പ്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എത്തനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ ബോട്ടിലിംഗിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ്? എത്തനോളിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തു എന്ന് സാർ പറഞ്ഞതുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റഡ് ബിഡേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്നതിൽ കേരള ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് യൂണിറ്റ് കേരള ആനുവൽ ഓഫ് ടേക്ക് ക്വാണ്ടിറ്റി ഓഫേർഡ് അവർ ഓഫർ ചെയ്ത് 16.5, ആനുവൽ ഓഫ് ടേക്ക് ക്വാണ്ടിറ്റി ഓഫേർഡ് 500. ആ 500 KL കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? എഥനോൾ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ്, ബോട്ടിലിംഗിനല്ല. തിങ്കളാഴ്ച സഭയിൽ ഒറ്റ കാര്യം കൂടി. അതായത് കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന രണ്ടെണ്ണം ആണല്ലോ. പാലക്കാട് പിന്നെ കുട്ടനാടാണല്ലോ. ഈ പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വർഷം എത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ കൃഷിനാശത്തെ കുറിച്ച്, അവിടെ ശുദ്ധജലം എത്താത്തതിന്. അവിടെ കർഷകര് ഡൽഹി നമ്മൾ എത്ര പ്രാവശ്യം പിന്നെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അവിടുത്തെ മന്ത്രി. അതെനിക്കൊരു അഭിപ്രായ വ്യത്യാസം എന്താണെന്നറിയോ? നിങ്ങൾ വനത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾ വനമന്ത്രിയാണ് അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? ആലപ്പുഴ കൃഷിയെ കുറിച്ച് സംസാരിക്കാൻ കൃഷിമന്ത്രിയാണ് അതിൻ്റെ അഭിപ്രായം പറയുന്നത്. MP രാജേഷ് ആരാണ്?
ഈ സംസ്ഥാനത്തെ പിന്നെ എക്സൈസ് മന്ത്രിയാണല്ലോ. അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രപ്പോസലും അദ്ദേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നത് എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ആ മന്ത്രിയോട് പോയി ചോദിക്കുന്നേ. അതനുസരിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഞാനില്ലാന്ന് പറയുന്നില്ല. ഞാൻ MP രാജേഷിന് മുമ്പിൽ എക്സൈസ് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് എക്സൈസ് മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ശരി. Meet the editors.